ആയോ കുറച്ചുകൊണ്ട് ഒരു 10-15 സീൻ കൂടെ മതി അല്ലേ? ഞാൻ ബാക്കിയുള്ള ഇപ്പം തെരഞ്ഞെടുപ്പും രാഷ്ട്രീയവും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിന്നു. ഇനിയിപ്പോൾ നമുക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ജഗദീഷ് എന്ന പ്രേക്ഷകൻ സിനിമാ നടനെ കുറിച്ചുള്ളത് കിട്ടി. ഇനി ജഗദീഷ് എന്നൊരു പ്രേക്ഷകൻ സിനിമയെ എങ്ങനെ നോക്കി കാണുന്നു? സാർ എല്ലാ സിനിമയും ഫസ്റ്റ് തന്നെ ആ ദിവസം ഇറങ്ങിയ ദിവസം തന്നെ കാണുമെന്ന് പറഞ്ഞല്ലോ. ആ രീതിയിൽ ഞാൻ നല്ലൊരു പ്രേക്ഷകനാണ്. കാരണം സിനിമ ക്രേസോടുകൂടി കാണുന്ന ഒരാളാണ് ഞാൻ. അതിൽ ഇന്ന ടൈപ്പ് സിനിമ എന്നില്ല. എനിക്ക് പക്ക എന്താ പറയുക ഔട്ട് ആൻഡ് ഔട്ട് കമേഴ്ഷ്യൽ സിനിമ ഇഷ്ടമാണ്. അതേ അവസരത്തിൽ നല്ല എന്താ പറയുക ഇപ്പോൾ ആർട്ട് ഫിലിം എന്നുള്ള ഒരു കാറ്റഗറി ഇപ്പോൾ ഇല്ല. എന്നാൽ പോലും എന്താ പറയുക ഈ പ്രേക്ഷകരുടെ അഭിരുചി മെച്ചപ്പെടുത്തുന്ന തരത്തിലുള്ള സിനിമകൾ അതും എനിക്കിഷ്ടമാണ്. ഇപ്പോൾ ക്ലാസ് മൂവീസും മാസ് മൂവീസും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. സിനിമ ഫസ്റ്റ് ഡേ എന്നെ കഴിയുന്നത് കാണാൻ ശ്രമിക്കാറുണ്ട് ഞാൻ. വിശേഷിച്ചും ഈ പ്രേക്ഷകർ വളരെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ചില ചിത്രങ്ങളുണ്ടല്ലോ. മീഡിയ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യും. അത് ഫസ്റ്റ് ഡേ എന്താവും, ഏത് കോടി ക്ലബിലാണ് കയറുക എന്നൊക്കെ പറയുന്നത് എനിക്കും അറിയാൻ താല്പര്യമുണ്ട്. ഞാൻ ഇപ്പോൾ അതിനനുസരിച്ച് ആ പബ്ലിസിറ്റിയിൽ ഞാൻ കുറച്ച് വീണു പോകുന്ന ആളാണ്. ഞാൻ ഫസ്റ്റ് ഡേ തന്നെ കാണും. പിന്നെ ഈ സസ്പെൻസ് എന്നുള്ളത് എനിക്ക് വേറൊരാൾ പറഞ്ഞാൽ പിന്നെ കാണാൻ പറ്റില്ല. ഉദാഹരണത്തിന് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ചെന്നൈയിൽ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ചെന്നൈയിൽ അവിടെ ഗുപ്ത് എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങി. ഭയങ്കര സസ്പെൻസ് ഫിലിമാണ്. അപ്പോൾ ആ ഗുപ്തിൽ പിന്നെ ബോബി ദിയോളാണ് നായകൻ. അപ്പോൾ ആ ഫിലിം ഇറങ്ങുന്നത് എല്ലാവർക്കും ഭയങ്കര സസ്പെൻസാണ്. കാരണം ട്രെയിലർ തന്നെ ഗംഭീരമാണ്. ഇതാരാണ്, എന്താണ്, മർഡർ മിസ്റ്ററിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്, എല്ലാവരും ഇരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ എനിക്ക് കാണാൻ പറ്റിയില്ല, ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. സെക്കൻഡ് ഷോ കുറച്ച് പേര് കാണാൻ പോയി, ശശിയേട്ടനൊക്കെ കാണാൻ പോയി. എനിക്ക് വലിയ നിരാശയുണ്ടായി. കാരണം വെച്ചാൽ ഫസ്റ്റ് ഡേ കാണാൻ പറ്റിയില്ലല്ലോ. സെക്കൻഡ് ഡേ ഉച്ചയ്ക്ക് ശേഷം ഈ പറഞ്ഞ ഫ്രീ ടൈം കിട്ടി. ഞാൻ സെക്കൻഡ് ഷോ കാണാറില്ല. ഉച്ചയ്ക്ക് ശേഷം സമയം കിട്ടിയപ്പോൾ ഞാൻ മാറ്റിനിക്ക് പോകാൻ തയ്യാറായി. ശശിയേട്ടൻ്റെ അടുത്ത് എങ്ങോട്ട് പോകണം? ഞാൻ പറഞ്ഞു ഇന്നലെ നിങ്ങളെല്ലാം പോയില്ലേ, ഞാൻ മാറ്റിനി കാണാൻ പോവാണ്. നല്ല പടാ, തിരക്കില്ല, കജോളാണ് കൊല ചെയ്യുന്നതെന്ന് അവസാനം അറിയും. തകർന്നു പോയി. ക്ലൈമാക്സ് ഒക്കെ പൊളിച്ച്, സസ്പെൻസ് പൊളിച്ച് ഭയങ്കര നിരാശ തോന്നിപ്പോയി. കാരണം പിന്നെ ആ ഓരോ സീൻ കാണുമ്പോഴും കജോളാണ് കൊല ചെയ്യുന്നതെന്നുള്ള ഒരു മുൻവിധിയോടല്ലേ നമ്മൾ കാണുന്നത്. കഥ നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. അങ്ങനെ ചില ക്രൂരന്മാരുണ്ട്. നമുക്ക് ഇപ്പോൾ ശശിയേട്ടൻ ആ രീതിയിൽ പറഞ്ഞതല്ല, ശശിയേട്ടൻ ക്ഷമിക്കണേ. അപ്പോൾ ഈ സസ്പെൻസ് ഒരിക്കലും ഞാൻ ആരോടും പറയാറില്ല. നല്ല സിനിമയാണ്, നല്ല സീക്വൻസ് പോലും പറയാറില്ല. കാരണം അത് ആസ്വദിക്കേണ്ടതാണ് ഫ്രഷായിട്ട്. ഞാൻ ഫസ്റ്റ് ഡേ കാണുന്നതിൻ്റെ കാര്യം തന്നെ എന്നെ സ്വാധീനിക്കാൻ പാടില്ല, കഥാഗതിയൊന്നും എന്നെ സ്വാധീനിക്കാൻ പാടില്ല. അത് ആസ്വദിക്കണം. അതാണ് എനിക്കിഷ്ടം. മറ്റേ ഇതിപ്പോൾ സംവിധായകൻ ഉദ്ദേശിക്കുന്ന ആരാണ് കൊല ചെയ്തത്, ആരാണ് ഈ മോഷണത്തിന് പിന്നിൽ എന്നുള്ള സസ്പെൻസൊക്കെ ഇൻ്റർവെല്ലിന് നിർത്താൻ നേരത്ത് ആ സസ്പെൻസിൽ തന്നെ ഞാനും ഇരിക്കണം. എന്നിട്ട് പോയി ക്യാൻറ്റീനിൽ പോയി ഒരു ചായയൊക്കെ കുടിക്കുന്നതാണ് എൻ്റെ രസം. അല്ലാതെ ഇതെല്ലാം അറിയാമെന്ന് പറയുമ്പോൾ ഒരു സുഖമില്ല. അതുകൊണ്ടാണോ സാറ് ആദ്യമേ തന്നെ സിനിമ കാണാൻ പോകുന്നത്? പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ വേറൊരു ഫസ്റ്റ് ഡേ കണ്ട ഓർമ്മ പറയുകയാണെങ്കിൽ രജനീകാന്തിൻ്റെ പടയപ്പ, പല്ലാവൂർ ദേവനാരായണൻ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നു. ഞാനും മണിയമ്പിള്ള രാജുവും അതിലുണ്ട്. ഇംഗ്ലീഷ് മീഡിയം എന്ന് പറഞ്ഞ പടത്തിൽ മുകേഷ് ഉണ്ട്. ഇതെല്ലാം ഒരുമിച്ച് നടക്കുകയാണ്. അപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ കാണാൻ ആഗ്രഹിച്ചത് നൂൺ ഷോ. അപ്പോൾ മുകേഷും മണിയമ്പിള്ള രാജുവും പറഞ്ഞു, അളിയാ ഞങ്ങൾക്ക് വർക്കുണ്ട്, അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ഷോയ്ക്ക് പോവാം. നമ്മൾ സമ്മതിച്ചു. എനിക്ക് നിരാശയുണ്ട്, കാരണം നൂൺ ഷോ തന്നെ കാണണമായിരുന്നു ആദ്യ ചൂടോടെ. പക്ഷേ നമ്മൾ താമസിച്ചത് ഈ ഷൊർണൂർ തിയേറ്ററിൽ നിന്നും അല്പം അകലെയുള്ള ഒരു റിസോർട്ടിലാണ് താമസിച്ചത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിയാൻ പറ്റില്ല. മാത്രമല്ല സസ്പെൻസ് ഫിലിമല്ല, അപ്പോൾ അങ്ങനെ കഥയൊന്നും ആരും പറയാൻ സാധ്യതയില്ല. അപ്പോൾ ഫസ്റ്റ് ഷോയ്ക്ക് വേണ്ടി എല്ലാം റെഡിയാക്കി ബുക്ക് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, തിയേറ്ററിൽ നിന്നും അല്പം അകലെയുള്ള ഒരു സംഭവമാണ്. അപ്പോൾ സമയം നോക്കി നിന്നു. എനിക്ക് നേരത്തെ വർക്ക് തീർന്നു. അതിനനുസരിച്ച് ഞാൻ റിസോർട്ടിലെത്തിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് മണിയമ്പിള്ള രാജുവിന് വേണ്ടി. മണിയമ്പിള്ള രാജുവിന് സീനുണ്ട്. മണിയമ്പിള്ള രാജുവിന് സീൻ കഴിഞ്ഞിട്ട് കാറിൽ വന്ന് ഇറക്കിയിട്ട് ആ കാർ അങ്ങ് പോയി. എന്നാൽ മണിയമ്പിള്ള രാജു പറയണം തിയേറ്ററിൽ പോകണം, കാർ അവിടെ വെയിറ്റ് ചെയ്യാൻ പറയണ്ടേ? കാറ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ടെൻഷനായി. നോക്കിയപ്പോൾ കാറ് കിട്ടുന്ന ഒരു ഏരിയ ഒന്നുമല്ല, ഓട്ടോറിക്ഷയും കിട്ടുന്ന ഏരിയ ഇല്ല. തിയേറ്ററിൽ പോയാൽ പറ്റും. എന്താ ചെയ്തതെന്നറിയോ? അവിടെ ഉള്ള ഒരു തൊട്ടടുത്തുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ സൈക്കിൾ എടുത്തിട്ട് ആ സൈക്കിൾ ഞാൻ ചവിട്ടി മണിയമ്പിള്ള രാജുവിൻ്റെ ബാക്കി എടുത്തിട്ട് തിയേറ്ററിലേക്ക് പോയി. അവിടെ മുകേഷ് മറ്റേ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് അതിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് തിയേറ്ററിലെത്തണം. ഷൊർണൂർ മേളം തിയേറ്റർ എന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ വന്നു
അവിടെ ഈ തിയേറ്ററിൽ ഭയങ്കര ബഹളവും വിസിലടിയും ബഹളവും ഒക്കെ വന്നപ്പോൾ ഞാൻ എൻജോയ് ചെയ്ത് കണ്ടു. മുകേഷ് പറഞ്ഞു എന്ത് വേണ്ടി ഇതെന്ത് പൂരപ്പുറമ്പ്, ഒന്നും കാണാനും പറ്റുന്നില്ല, ഒന്നും കേൾക്കാനും പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഭയങ്കര കംപ്ലൈൻ്റ് ആയിരുന്നു. ഞാനത് ആസ്വദിച്ച് കണ്ടു. അപ്പോൾ ഈ ബഹളത്തോടെ കാണുന്നതിൻ്റെ ഒരു സുഖമുണ്ട്, സന്തോഷമുണ്ട്. രജനീകാന്തിൻ്റെ വരവിന്, രജനീകാന്തിൻ്റെ ഡയലോഗിന് ഒക്കെ കൈയടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അത് വേറൊരു ഫാൻസൊക്കെ ഇരിക്കുമ്പോൾ അവരുടെ ബഹളം ഉണ്ടാവും. അതിഷ്ടപ്പെടില്ലെങ്കിൽ ഫസ്റ്റ് ഡേ കാണാൻ പാടില്ല. അതെ സാറേ, നമ്മളിപ്പോൾ സാറ് പറയുന്നല്ലോ സസ്പെൻസ് പൊളിയുമെന്ന്, അതുകൊണ്ടാണ് ഫസ്റ്റ് ടൈമിൽ തന്നെ എല്ലാ പടവും കാണുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും തിയേറ്ററിൽ ഇരുന്ന് പടം കാണുമ്പോൾ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന സസ്പെൻസ് അല്ലെ കഥ ഇങ്ങനെ പോകുമെന്ന് ഗസ് ചെയ്തിട്ടുണ്ടോ? ഗസ് ചെയ്ത സിനിമയും കാണും, ഗസ് ചെയ്യാത്ത സിനിമയും കാണും. അപ്പോൾ അതിനെ കുറിച്ച് എന്താണ് സാർ പറയാനുള്ളത്? ചില കഥകളൊക്കെ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ ഈ രീതിയിലാവും മൂവ് ചെയ്യാമെന്ന് ഞാൻ പ്രതീക്ഷിക്കാറുണ്ട്. അതേപോലെ തന്നെ ഭവിക്കാറുണ്ട്. ചിലതൊക്കെ നമ്മൾ എങ്ങോട്ടാണ് പോകുക എന്നുള്ളത് ഗസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ ഗസ് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല ക്ലൈമാക്സ് വരുന്നത്. അപ്പം നമുക്ക് സംവിധായകനോടും റൈറ്ററിനോടും പ്രത്യേക ഒരു എന്താ പറയുക ബഹുമാനം തോന്നും. കാരണം നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലല്ല അവർ കൊണ്ട് കൂട്ടിക്കെട്ടിയത്. അത് നമുക്ക് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അല്ല സാറേ, ഇപ്പം നമ്മൾ ഈ ഒരു കാര്യം ചോദിച്ചോട്ടെ സാർ, ഈ തമിഴ് സിനിമയൊക്കെ കാണുന്ന ആളാണല്ലോ സാറേ. ഈ തമിഴ് സിനിമയിൽ സാറിന് രജനീകാന്തിനെയാണോ കമൽഹാസനെയാണോ ഇഷ്ടം? അപ്പോൾ അതിന് തിരിച്ച് മൊയ്തീൻ്റെ അടുത്ത് ചോദിക്കട്ടെ, മമ്മൂക്കയാണോ മോഹൻലാലിനാണോ ഇഷ്ടം? അല്ല അങ്ങനെ ചോദിച്ചാൽ ഇപ്പം മമ്മൂക്കും ലാലേട്ടനും അല്ലേ? അല്ല, അതിന് മറുപടി പറഞ്ഞാൽ ഞാൻ ഇതിന് മറുപടി പറയാം. ആൻസർ മൊയ്തീൻ തന്നെ പറഞ്ഞു. ഞാനല്ലേ സാർ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. അല്ല അങ്ങനെയല്ല, അത് നമ്മൾ ഇപ്പം മമ്മൂക്കാൻ്റെതായ റോള് ഭയങ്കര രസമായിട്ട് ചെയ്യലുണ്ട്. തനിയാവർത്തനം അങ്ങനത്തെ ന്യൂഡൽഹിയൊക്കെ നമുക്ക് മറുത്ത് ചിന്തിക്കാൻ പറ്റും. ചോദ്യം അതല്ല. അല്ല പറയാം. അതുപോലെ തന്നെ ലാലേട്ടൻ്റെ സിനിമകൾ പറഞ്ഞാൽ നമുക്ക് വേറൊരാളെ പറ്റി ചിന്തിക്കാനേ പറ്റൂല. അപ്പൊ അതൊക്കെ ഒരു സാറിന്റെ ഒരു അപ്പൊ അതിന് ഞാൻ മറുപടി പറയാം. ആൻസർ അതായത് കൊത്തിയ പാമ്പിനെ കൊണ്ട് തന്നെ വിഷം എടുപ്പിച്ചു. ഇപ്പൊ ഞാൻ പറയാം, കമൽഹാസൻ ചെയ്തിരിക്കുന്ന വേഷങ്ങൾ, ആ വേഷങ്ങൾ നായകൻ, ഗുണ തുടങ്ങിയ കമൽഹാസന്റെ ചില വേഷങ്ങൾ അത് രജനീകാന്തിനെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. രജനീകാന്തിന്റെ ചില സ്റ്റൈലോട് കൂടിയുള്ള പടയപ്പ, ഭാഷ, അവിടെ നമ്മൾ രജനീകാന്തിനെ തന്നെ മനസ്സിൽ കാണും. ഇനിയിപ്പോൾ വേറൊരു കാര്യം മൊയ്തീനോട് ചോദിച്ചോട്ടെ, രജനീകാന്ത് കമൽഹാസൻ ഒരു ജോഡിയായിട്ട് സങ്കല്പിക്കുക. അതിൽ മലയാളത്തിൽ രജനീകാന്തിനെ മമ്മൂക്കയായിട്ട് കമ്പയർ ചെയ്യാനാണോ താല്പര്യം, അതോ മോഹൻലാലുമായിട്ട് കമ്പയർ ചെയ്യാനാണോ താല്പര്യം? വായിക്കുന്ന പ്രശ്നമാണല്ലോ. അല്ല അതല്ല, അങ്ങനെ ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ അത് അതിനൊരു മറുപടി ഉണ്ടാവും. അതുകൊണ്ട് ഒന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. രജനീകാന്തിനെ മമ്മൂക്കയായിട്ടാണോ താരതമ്യപ്പെടുത്താൻ കഴിയുക, അതോ രജനീകാന്തിനെ മോഹൻലാലുമായിട്ട് താരതമ്യപ്പെടുത്തുന്നതാണോ നല്ലത്? അതിലിനി മോഹൻലാൽ തന്നെ, രജനീകാന്ത്, കമൽ സാറ്, മമ്മൂട്ടി. അതിൽ ഞാൻ യോജിക്കുന്നു. ഭാഷ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സ്റ്റൈലൊക്കെ വെച്ച് അതെ. എങ്ങനെയാണോ? അങ്ങനെയല്ല സാർ, പറയും ഓരോരുത്തരുടെ അഭിപ്രായം കണ്ടോ? ഇത് രണ്ടുപേരും ഇത് ഒരിക്കലും രണ്ടുപേരും അവിടെ ചേരുകയല്ലെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, നമുക്കറിയാം. വേറൊരു കാര്യം പറയാം, സത്യം മാഷ്, നസീർ സാർ, അങ്ങനെ പറയുകയാണെങ്കിൽ ഇത് സത്യം മാഷിന്റെ കൂടെ നമ്മൾ കമ്പയർ ചെയ്യാൻ എളുപ്പം മമ്മൂക്കയാണോ മോഹൻലാലിനാണോ? മമ്മൂക്ക. നസീർ സാറിനെ കമ്പയർ ചെയ്യാൻ എളുപ്പം ആണോ? ശരി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ രജനീകാന്തിനെ മോഹൻലാലുമായിട്ട് ഇല്ലേ? നമ്മക്ക് കമൽഹാസനെയാണ് ലാലേട്ടനോട് ഉപയോഗിക്കാൻ പറ്റണേ. എനിക്കും തോന്നുന്ന കുറച്ചുകൂടെ അതായിരിക്കും അടുത്ത് നിൽക്കുന്നത്. അതായിരിക്കും കമൽഹാസനായിരിക്കും കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ അല്ലേ, കുറച്ചുകൂടെ നാച്ചുറൽ. പലപ്പോഴും സ്റ്റൈലും ഒക്കെ കുറച്ച് കൂടുതൽ നമ്മളെ തിരിച്ചിട്ടടിക്കുകയാണ് ഇപ്പൊ. ഇതാണ് ഞാൻ ചോദിച്ചത്. ഞങ്ങൾ തമ്മിൽ പരസ്പരം വിഷയം ഉണ്ടാക്കാറുണ്ട്. ഇത് തന്നെയാണ് പ്രേക്ഷകര് ഈ രീതിയിൽ നോക്കുമ്പോ ആ ഫാൻസുകാര് ഇപ്പൊ പോട്ടെ. ഇതിന്റെ ആൻസർ സാറ് പറയട്ടെ. സാറ് തമിഴില് മമ്മൂക്കയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ആരെന്ന് ചോദിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. വിജയ്, അജിത്ത്, ഇതിനെ ആരുമായിട്ടാണ് മോഹൻലാലിനെ കമ്പയർ ചെയ്യാൻ എളുപ്പം? വിജയുമായിട്ടാണോ അജിത്തുമായിട്ടാണോ? വിജയുമായിട്ടാണ്. അജിത്തുമായിട്ട് മമ്മൂട്ടിയൊക്കെ വ്യത്യാസമുണ്ട്, ഇവിടെ വ്യത്യാസമുണ്ട്. ആരാണ്? വിജയ്, അജിത്ത്, മമ്മൂക്ക ആരെ ലിങ്ക് ചെയ്യാം, മോഹൻലാലിനെ ആരുമായിട്ട് ലിങ്ക് ചെയ്യാം? സിമിലാരിറ്റി കൊണ്ട് വിജയ് അജിത്തും രണ്ടുപേരും മികച്ചു നിൽക്കുന്ന ആൾക്കാരാണ്. ആരുമായിട്ടാണ് ഒരു പെയർ ചെയ്യാൻ എളുപ്പം? വളരെ ബുദ്ധിമുട്ടാണ്. എങ്കിലും വിജയ് മോഹൻലാൽ, അജിത്ത് മമ്മൂക്ക, അങ്ങനെയാണ്. ഹിന്ദിയില് ആമിർ ഖാൻ, ഷാറുഖ് ഖാൻ, ആരാണ് മമ്മൂക്കയായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുന്നത്?
ഷാരൂഖ് ഖാൻ ആരും ഷാറുഖ് ഖാൻ, മോഹൻലാല്. മോഹൻലാൽ. എന്താ അയ്യ, എന്താ എനിക്ക് എന്താ അയ്യായി പോയി? ഞാൻ ഉത്തരം പറഞ്ഞിട്ട് പോയാ മതി. എന്താ ആമീർ ഖാൻ മോഹൻലാൽ. ഷാറുഖ് ഖാൻ അയ്യെന്ന് പറഞ്ഞ അമീർ ഖാൻ. എന്റെ അഭിപ്രായം അയ്യെന്ന് പറഞ്ഞല്ലേ? ആമീർ ഖാൻ മമ്മൂക്കയും ഷാരൂഖ് ഖാൻ മോഹൻലാൽ എന്നാണ് അഭിപ്രായം, കാതറിന്റെ അഭിപ്രായം. ആ ആമീർ ഖാൻ മോഹൻലാലും ഷാരൂഖ് ഖാൻ മമ്മൂട്ടിയും. അതാണ് മണിപ്പൂരിന്റെ താല്പര്യം. അപ്പൊ ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. കമ്പാരിസൺ എന്നുള്ളൊരു കാര്യം ആരാണ് ഗ്രേറ്റ് എന്ന് ചോദിച്ചിരുന്നാൽ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാണ്. അല്ല ഗ്രേറ്റ് എന്നല്ല ഞാൻ ഇപ്പൊ അതാണ് സമയത്ത് ഇപ്പൊ ഞാൻ പറയാം, സത്യം മാഷൻ, നസീർ സാർ ഒരു കമ്പാരിസൺ ഇല്ല. രണ്ടുപേരും രണ്ട് ടൈപ്പ് ഓഫ് റോൾസ് ആണ്. സത്യം മാഷിന്റെ മികച്ച പ്രകടനങ്ങൾ നമുക്ക് നോക്കാം. സത്യം മാഷിന്റെ ഒരു പെണ്ണിന്റെ കഥ, ചെമ്മീൻ, അടിമകൾ, യക്ഷി, കടൽപ്പാലം, അനുഭവങ്ങൾ പാളിച്ചകൾ, കുറ്റവാളി, എത്രയെത്ര പടങ്ങൾ. നസീർ സാറിൻ്റെ എത്രയെത്ര പടങ്ങൾ. നസീർ സാറിൻ്റെ പടയോട്ടം അല്ലേ, ഇരുട്ടിൻ്റെ ആത്മാവ്. അതേ അവസരത്തിൽ നല്ല കോമഡിയുള്ള എത്രയെത്ര ചിത്രങ്ങൾ. സേതുബന്ധനം, നസീർ സാറിൻ്റെ കോമഡി. കോളേജ് ഗേൾ, ലേഡീസ് ഹോസ്റ്റൽ അല്ലേ നസീർ സാർ. അതേപോലെ ഓരോ ടീമായിട്ട് നസീർ സാർ ആ സമയത്ത് തന്നെ മധുസാറും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകതയുള്ള വേഷങ്ങളിൽ. ഭാർഗവി നിലയം എന്ന് പറഞ്ഞ പടത്തിൽ നസീർ സാറാണ് നായകൻ. പക്ഷെ മധുസാറിൻ്റെ സാഹിത്യകാരൻ്റെ വേഷം എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള. മധുസാറിൻ്റെ എടുത്ത് പറയാവുന്ന ഒരുപാട് വേഷങ്ങളുണ്ട്. ഉമ്മാച്ചു, തീക്കനൻ, ചെമ്മീൻ, ശരിയല്ലേ, പുത്രകാമേഷ്ടി, തീക്കടൽ എന്ന ചിത്രത്തിലെ പെർഫോമൻസ്, യുദ്ധം എന്ന് പറയുന്ന ചിത്രത്തിലെ, രക്തം എന്ന് പറയുന്ന ചിത്രത്തിലെ പെർഫോമൻസ്, ഇതൊക്കെ ഗംഭീരം പെർഫോമൻസുകൾ. അതിനുശേഷം വന്നു ജയൻ തരംഗം അല്ലേ, ജയൻ. അന്ന് ഏറ്റവും കൂടുതൽ ഒരു ഫാൻ ഫോളോയിങ് ഉള്ള ഒരു ആർട്ടിസ്റ്റാണ് ജയൻ. ബെൻസ് വാസു, ഇപ്പോഴും ഇന്നും മൂർഖൻ. അതൊക്കെ പോട്ടെ, ഏറ്റവും നല്ല ചിത്രം എന്ന് ഒരു പേരെടുത്ത ജയൻ ചിത്രം ഏതാണ്? തീർച്ചയായിട്ടും അങ്ങാടിയിലെ പെർഫോമൻസ് അല്ലേ. ഓക്കെ. അപ്പം അങ്ങനെ അതാത് സമയത്ത് ഈ താരബാഹുല്യം ഉള്ളപ്പോൾ തന്നെ ലീഡിങ് സ്റ്റാർസ് കമ്പാരിസൺ. അതേപോലെ ജയൻ തരംഗം നിന്നതുപോലെ ഒരു സ്റ്റാറിന്റെ തരംഗം ഇപ്പോഴും നിലനിൽക്കുന്നത് പകരം വയ്ക്കാനില്ലാത്തൊരു തരംഗമായിരുന്നു. അല്ല, നമുക്ക് ജയൻ തരംഗം എന്ന് ചോദിച്ചിരുന്നാൽ ജയൻ തരംഗം അതേപോലെ പിന്നീട് ഓരോരുത്തരും ഇങ്ങനെ മോഹൻലാൽ സൂപ്പർ സ്റ്റാറായി, മമ്മൂക്ക സൂപ്പർ സ്റ്റാറായി, അങ്ങനെ ഓരോരുത്തരും വരുന്നു. ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിൽ സ്റ്റാർഡം ഉള്ളവരുണ്ട്. നിവിൻ പോളി ആയിക്കോട്ടെ, ദുൽഖർ സൽമാൻ ആയിക്കോട്ടെ, അവരുടെ സ്റ്റാർഡം. പൃഥ്വിരാജിന്റെ ഫാൻ ഫോളോയിങ് ഉണ്ട്. സാർ അന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ അഭിനയത്തിന് പിന്നെ പകരം വയ്ക്കാനാകാത്ത ഒരു പ്രതിഭയിലും സീനിയോറിറ്റി കൊണ്ടും എന്തുകൊണ്ടും സത്യൻ മാഷിന് അപ്പുറത്തേക്ക് ആ കാലഘട്ടത്തിൽ ഇപ്പോഴും പറയുന്നുണ്ട്. ഈ സത്യൻ മാഷിനെ എല്ലാവരും സത്യൻ മാഷെന്നും പിന്നീടുള്ളപ്പോൾ നസീർ സാറിനെ നസീർ സാറ്, മധു സാറ് അങ്ങനെ. അപ്പോൾ അതെന്താണ് അങ്ങനെ ഒരു? അല്ല, സത്യൻ മാഷ് എന്നുള്ള അന്ന് ഒരു മാഷ എന്നുള്ളൊരു വിളി എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഒരു അന്ന് യഥാർത്ഥത്തിൽ സത്യൻ സാറെന്നും പറയാറുണ്ട്. സത്യൻ മാഷ് എന്നുള്ള ആ വിളി എങ്ങനെയോ ആദ്യം ആരെങ്കിലും വിളിച്ച് സത്യൻ മാഷ് എന്ന് പറഞ്ഞു. അതേപോലെ നസീർ സാറിന് പറഞ്ഞ് മധു സാർ എന്ന് പറഞ്ഞ് അങ്ങ് പതിഞ്ഞു. കാര്യം ഇപ്പോഴത്തെ കാലഘട്ടത്തിലും ആൾക്കാർ അത് ഫോളോ ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ ജയൻ സാർ എന്ന് പറഞ്ഞു കേൾക്കാറില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അടുപ്പമുള്ള ഒരാളെ പോലെ ജയൻ എന്നാണ് എല്ലാവരും പറയുന്നത്.